പത്തനംതിട്ട ജില്ലയിൽ കുറുമ്പാട്ടി ഡിവിഷനിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ കമ്പഴ എസ്റ്റേറ്റിനടുത്താണ് ചെങ്ങറ ബ്ലാപ്പില വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കണ്ടിരിക്കേണ്ട ഏറ്റവും സുന്ദരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ ചെങ്ങറ ബ്ലാപ്പില വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എന്നാൽ നമുക്ക് യാത്ര തുടങ്ങിയാലോ? കോന്നി അട്ടുചാക്കൽ മലയാറ്റൂർ റൂട്ടിൽ ചെങ്ങറ വ്യൂ പോയിന്റ് അടുത്താണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടമുള്ളത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശ്യാമാണ്. ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൊക്കേഷനിലാണ് എത്തുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മനോഹരമായ ഒരു വീട് കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, അടിപൊളി ഒരു വീടാണ്. ഒരു സാധാരണ ഒരു ഓടിട്ട നല്ലൊരു വ്യൂ ആണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിലൊരു കൽപ്പടവുകൾ കുറേ ഉണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തോട്ടിലേക്കാണ് ഇറങ്ങുന്നത്. ഈ തോട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റേറ്റിലേക്ക് കയറാം. എസ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറെല്ലാം വെട്ടി നിരത്തി അവർ കൈതകൃഷി ചെയ്യാൻ ഉള്ള ഒരു പരുവത്തിലാണ്. ഇപ്പം നേരത്തെ ഞാൻ പോയിട്ടുള്ളത് ഈ തോടിൻ്റെ സൈഡിൽ കൂടെയാണ്. ഇപ്പം മുകളിലേക്ക് കയറി റോഡിലൂടെ നടക്കുകയാണ്. ഇത് കണ്ടില്ലേ, റോഡിൻ്റെ പരുവമൊക്കെ കണ്ടില്ലേ, എല്ലാം നല്ല ചെയറായിട്ടുണ്ട്. ഈ ലോറി കയറി ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് ഈ റബ്ബറൊക്കെ വെട്ടി ഒരു ലോറിയുടെ ഒരു ലോഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ തടി മുകളിലേക്ക് കയറ്റുന്ന കാഴ്ച കണ്ടില്ലേ. തടി മുകളിലേക്ക് കയറ്റുമ്പം ഒരു എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞു. അങ്ങനെ അതും കണ്ട് നമ്മൾ മുന്നിലേക്ക് നടന്നപ്പോൾ ദണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതല്ല മെയിൻ വെള്ളച്ചാട്ടം, താഴെയാണ് വെള്ളച്ചാട്ടം. ഇത് കണ്ടില്ലേ, ഒരു സൈഡിൽ കൂടെ ഈ റബ്ബർ വെട്ടുന്നതുകൊണ്ട് കലങ്ങിയ വെള്ളമാണ് ഒഴുകി വരുന്നത്, മറ്റു സൈഡിൽ കൂടെ നല്ല തെളിഞ്ഞ വെള്ളം തന്നെ വരുന്നത്. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ ഈ തോട്ടിൽ കൂടെ നടക്കാനുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളൂ, വേറെ വഴികളൊന്നുമില്ല. ഇതാണ് വെള്ളച്ചാട്ടം. ഇതിൻ്റെ സൈഡിൽ കൂടെ ദണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് താഴേക്ക് ഇറങ്ങുക. തെറ്റലുണ്ടാവും, വളരെ സൂക്ഷിച്ചിറങ്ങുക. ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ താഴേന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല പ്രൈവസിയും ഉണ്ട്. അധികം ആഴവും ഇല്ല, റിസ്ക്കും ഇല്ല. ആകെയുള്ളൊരു റിസ്ക് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങുന്നതാണ്. അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് നമുക്ക് കുളിക്കാനൊക്കെ വളരെ സൗകര്യമുണ്ട്. നല്ല രീതിയിൽ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ലാതെ കുളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഏതൊരു സഞ്ചാരിയുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് വേസ്റ്റ് ഇടാതിരിക്കുക, അല്ലെങ്കിൽ കുപ്പിയോ പ്ലാസ്റ്റിക്കോ ഒന്നും വലിച്ചെറിയാതിരിക്കുക. ഈ സ്ഥലത്ത് ഞാൻ കണ്ട ഒരു വളരെ സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നേരത്തെ മുൻപ് വന്നവരൊക്കെ കുപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സങ്കടകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ബീറുപ്പി പൊട്ടിച്ച് ഒരുപാട് കുപ്പിച്ചില്ലുകൾ ഈ സൈഡിൽ കണ്ടു. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇത് കണ്ടില്ലേ, എന്തോരം കുപ്പിച്ചില്ലുകളാണെന്നറിയും. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് തിരിച്ചും കയറേണ്ടത്. വളരെ സൂക്ഷിച്ച് വേണം കയറാൻ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.